മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, IUCDS, MSW, സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പാല, NSS യൂണിറ്റ് 90Bയും പാല വിമുക്തി ലഹരി വിമുക്ത കേന്ദ്രത്തിന്റെയും KM മാണി മെമ്മോറിയൽ ജനറൽ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. വഴികാട്ടികൾ ടുവേഴ്സ് ഡ്രഗ് ഫ്രീ ഫ്യൂച്ചർ എന്ന മുദ്രാവാക്യവുമായി ലഹരി വിരുദ്ധ എക്സിബിഷൻ സംഘടിപ്പിച്ചു. വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ആശ മരിയാപ്പോൾ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ KM മാണി ജനറൽ ഹോസ്പിറ്റൽ RMO ഡോക്ടർ അരുൺ ഉദ്ഘാടനം നിർവഹിച്ചു. വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് KK മുഖ്യ പ്രഭാഷണവും ഹോസ്പിറ്റൽ സെക്രട്ടറി ശ്രീ ശ്രീകുമാർ, പാല റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ്, സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പാല പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീനാമ മാത്യു എന്നിവർ ചടങ്ങിന് ആശംസ നൽകി സംസാരിക്കുകയും ചെയ്തു. പാല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ദിനേശ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. MG യൂണിവേഴ്സിറ്റി MSW ട്രെയിനി സീനു സെബാസ്റ്റ്യൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, IUCDS, MSW ട്രെയിനീസ്, സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പാല വിമുക്തി ക്ലബ്ബ് ടീച്ചർ ഇൻ ചാർജ് ഡോക്ടർ സുനിൽ തോമസ്, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അലക്സ് ജോർജ്, കോളേജ് ചെയർപേഴ്സൺ അനു മരിയ മാത്യു, NSS വോളണ്ടിയർ സെക്രട്ടറി അഞ്ജലി രമേശൻ, DLED, BEd അധ്യാപക വിദ്യാർത്ഥികൾ എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെയും അതോടൊപ്പം MG യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയും പാല സെന്റ് തോമസ് BEd കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ലോക ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു ബോധവൽക്കരണ പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് പാല ടൗണിലെ നിന്നുള്ള വളരെയധികം വിശിഷ്ട വ്യക്തികൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് ലഹരിയെക്കുറിച്ച് അല്പം ഒരു ബോധം, ഈ ലഹരിയുടെ ഉപയോഗം മൂലം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്നു എന്ന് നമ്മുടെ സമൂഹത്തിനെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, മറ്റെന്ത് ഒരു അസുഖം ഒരു വ്യക്തിക്ക് വന്നാലും ആ വ്യക്തിയെ നാം ഏതെങ്കിലും രീതിയിൽ ട്രീറ്റ്മെന്റിന് വിധേയപ്പെടുത്തി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനും, പക്ഷേ ഈ മദ്യത്തിനോ മയക്കുമരുന്നോ അടിമകളായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചോളം അവർക്ക് ഇതിന്റെ പോരായ്മകൾ, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് അവബോധമുണ്ടെങ്കിൽ മാത്രമേ ഈ രംഗത്തിലേക്ക് കടന്നു വരികയും ട്രീറ്റ്മെന്റ് എടുക്കുകയും നല്ല രീതിയിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ വർഷത്തെ വിഷയം ആധികാരികമായ തീമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ചെയ്യേണ്ടത് വ്യക്തിപരം പ്രതിരോധത്തിനാണ് പ്രാധാന്യം. പ്രതിരോധ പരിപാടികളിലൂടെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഈ വിപത്തിനെ ഒഴിവാക്കാനായിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ MG യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് സമർപ്പിക്കുന്ന ഒരു ഫ്ലാഷ് മോബ് ഉണ്ടായിരിക്കും. അതോടൊപ്പം പല BEd കോളേജിലെ സ്റ്റുഡൻസ് അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ലഹരി ബോധവൽക്കരണ എക്സിബിഷൻ നമ്മൾക്ക് വേണ്ടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് KKയുടെ ഒരു ബോധവൽക്കരണ ക്ലാസ്, ഇത്തരം പ്രോഗ്രാമുകളാണ് പൊതുജനത്തിന് വേണ്ടി നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ തീമായിട്ട് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് ചെയ്യേണ്ടത് വ്യക്തിപരം പ്രതിരോധത്തിന് ഊന്നൽ. ഈ ഒരു വിപത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്നും പിന്മാറണമെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയെ പേഴ്സണലായിട്ട് നമ്മൾ കണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ, എന്തുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് വന്നതെന്നും അവർ ഇതുമൂലം അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, നിങ്ങൾക്കറിയാം, ലഹരിക്ക് ഒരു വ്യക്തി അടിമയായാൽ ആരോഗ്യപരം, മാനസികവും ആരോഗ്യപരം, ഫിസിക്കലി ആൻഡ് മെന്റലി ആ വ്യക്തിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഈ ഒരു വിപത്തിൽ നിന്ന് പിന്മാറാനാണ് നമ്മൾ ഏറ്റവും അധികം ശ്രമിക്കേണ്ടത്. ഒപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ദിവസം ഒരു വ്യക്തി 100 അല്ലെങ്കിൽ 150 രൂപ ഇതിനു വേണ്ടി കൊടുക്കുന്നു. ഒരാഴ്ചയാകുമ്പോൾ അതിന്റെ അളവ് കൂടുന്നു. ഒരു മാസമാകുമ്പോൾ അത് 1000, 10,000 എത്തുന്നു. അങ്ങനെ എത്തിപ്പിടിച്ച പല പുരോഗതികളിൽ നിന്നും മനുഷ്യൻ താഴേക്ക് പോകുവാനും ഈ ലഹരി ഉപയോഗം കാരണമാകും. പാല ഗവൺമെന്റ് ആശുപത്രിയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടായിരിക്കും. ഈ 2 വകുപ്പുകളുടെ നമ്മുടെ കോട്ടയം ജില്ലയിലെ വ്യക്തികളിൽ നിന്ന് മദ്യപാനം, മയക്കുമരുന്ന്, പുകയില എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായും തൂത്തുമാറ്റുന്നതിന് വേണ്ടി 2018 ആരംഭിച്ച സംവിധാനമാണ് വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 10,000-ൽ കൂടുതൽ ആൾക്കാരെ നമ്മൾ ഇതിലേക്ക് ട്രീറ്റ്മെന്റിലേക്ക് നടത്തിവിടുകയും അവർക്ക് ഇതിന്റെ ഉപയോഗം കൊടുക്കുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ലഹരി വിരുദ്ധ പരിപാടി വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ പാല റേഞ്ച് എക്സൈസ് ഓഫീസിന്റെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സോഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒപ്പം സെന്റ് തോമസ് BEd കോളേജിന്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ
ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാലാ ഗവൺമെന്റ് ആശുപത്രിയിലെ ആറുമാർ ഡോക്ടർ അരുൺ സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിന് ഔദ്യോഗികമായി അധ്യക്ഷപദം അലങ്കരിക്കുകയും ഈ ബോധവൽക്കരണ ക്ലാസ് നയിക്കുകയും ചെയ്യുന്നത് ഡോക്ടർ ശ്രീജിത്ത് കെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് ആണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ കൂടെ ഡോക്ടർ ഷിനോബി ശ്വാസകോശരോഗ വിഭാഗം വിദഗ്ധനാണ്. അദ്ദേഹം ഇവിടെ പുതിയ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒത്തിരി നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. സാർ നമ്മോടൊപ്പം സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാലാ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ദിനേശ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. അവിടെ എല്ലാ സഹകരണവും പാലാ ഗവൺമെന്റ് ആശുപത്രിയിലും വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ എന്ത് പ്രവർത്തനങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഉള്ളത് ദിനേശ് സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം നമ്മുടെ BEd കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന സിസ്റ്റർ ബീന നമ്മളോടൊപ്പമുണ്ട്. സിസ്റ്ററുടെ കുട്ടികളും അവിടുന്നുള്ള അധ്യാപകരും ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനായിട്ട് അക്ഷരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വലിയ നല്ല ഒരു എക്സിബിഷനൊക്കെ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ സിസ്റ്ററിനെയും സിസ്റ്ററുടെ ടീമിനെയും ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം നമ്മുടെ നേഴ്സിംഗ് ഡെപ്യൂട്ടി സൂപ്പർ സിസ്റ്റർ ഗിരിജ മാഡം നമ്മളോടൊപ്പമുണ്ട്, ഷിനി മാഡം ഉണ്ട്, ശ്രീലേഖ മാഡം നമ്മളോടൊപ്പമുണ്ട്. 3 പേരെ ഒറ്റവാക്കിയ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള കൗൺസിൽ സെക്രട്ടറി സിസ്റ്റർ സിന്ധു ഉണ്ട്, PRO ഷെമി മാഡം നമ്മളോടൊപ്പം ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾക്കാരും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം വിജയിക്കുവാനായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. ഏവരെ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം എക്സൈസിലെ നമ്മുടെ സെന്റ് തോമസ് കോളേജിലെയും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം നമ്മളിങ്ങനെ ഒരു ബോധവൽക്കരണ പരിപാടി നടത്തുമ്പോൾ നമ്മൾ കുറച്ചു പേരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. മീഡിയയാണ് ഈ ലോകം മുഴുവൻ നമുക്ക് വേണ്ടി കവർ ചെയ്യുന്നത്. ഒത്തിരി മീഡിയ പ്രവർത്തകർ നമ്മോടൊപ്പം ആയിട്ടുണ്ട്. അവരെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ബോധവൽക്കരണ പരിപാടിയുടെ ഒരു വ്യക്തിയെ എങ്കിലും ഈ ലഹരിയിൽ നിന്ന് നമുക്ക് മാറ്റുവാൻ സാധിച്ചാൽ അത് നമ്മുടെ വിജയമാണെന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഫ്ലാഷ് മോബ് ചെയ്ത കുട്ടികൾക്ക് ഒരു പ്രത്യേക അഭിനന്ദനം അർപ്പിക്കുന്നു. വളരെ നന്നായിട്ട് കുട്ടികൾ ചെയ്തു. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ലഹരി കുട്ടി എനിക്ക് എന്ത് വേണമെങ്കിലും ആകാം. സ്റ്റാർട്ടിങ് ഫ്രം ഒരു മൈൽഡ് മൂക്കിപ്പൊടി വലിക്കുന്നത് മുതൽ, മൈൽഡ് എന്ന് പറയാൻ പറ്റിയല്ല, മൂക്കിപ്പൊടി, മുറുക്ക്, പുകവലി, ഇങ്ങോട്ട് വളരെ അപകടകരമായിട്ടുള്ള സാധനങ്ങളായ മദ്യം ഒക്കെ ഇതിൻ്റെ ഒരു പാർട്ടാകുന്നുള്ളൂ. അതിനും അപകടകരമായിട്ടുള്ള സാധനങ്ങൾ, ന്യൂജൻ ലഹരി വസ്തുക്കൾ, ഇതെല്ലാം നമ്മൾ ദിവസേന എന്നോണം കാണുന്നതാണ്. ഇത് നമ്മൾക്ക് ഈ എക്സൈസിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട് ഇവിടെ. അതിൽ ഡോക്ടർ ശ്രീജിത്തിൻ്റെ കൂട്ടാളികളായ ഇപ്പോൾ പ്രസംഗിച്ച ആശ ലിൻസൺ സോഷ്യൽ കൗൺസിലറാണ്. ബാക്കി അവർക്ക് സ്റ്റാഫ് നഴ്സുമാരുണ്ട്. അവരെല്ലാം പേഷ്യൻ്റ് ദിവസേന എന്നോണം ചെയ്യുന്നതാണ് ഡി അഡിക്ഷൻ. സോ അഡിക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഇതെന്നൊക്കെ പറയുന്നത് ഒരു രോഗമായിട്ട് കണക്കാക്കാമോ എന്ന് പലപ്പോഴും ചോദിക്കാറ്. മദ്യാസക്തി രോഗമാണോ? ഒരു രോഗമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കണം. അത് നമ്മൾ പേഴ്സണലായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഇപ്രാവശ്യത്തെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു ഇത് തന്നെ വ്യക്തിപരമായിട്ട് ഓരോ പേഴ്സണും അതിന് വേണ്ട മുൻകരുതലെടുക്കുക. അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും ആ ആള് വിചാരിക്കാണ്ട് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ആ മോട്ടിവേഷൻ, എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യം ഇല്ലാതെ നമുക്ക് പുറത്ത് കടക്കാൻ പറ്റില്ല. and അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാത്ത ഒരാളെയില്ല. പലപ്പോഴും ആളുകൾ തുടങ്ങുന്ന ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന പിയർ പ്രഷർ, കൂട്ടുകാരിൽ നിന്നുള്ള ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. അത് മെയിൻലി ടീനേജ് ആളുകളിലാണ് മെയിൻലി ഒക്കെ ഇപ്പം ധാരാളമായിട്ട് കണ്ടുവരുന്നത്. മാത്രമല്ല കേട്ടോ, ടീനേജിലോട്ടുള്ള ടീനേജ് കുട്ടികളുടെ ഈ ലഹരി ഉപയോഗം നമ്മളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ കാഷ്വാലിറ്റി വരുമ്പോൾ ഈ ലഹരിക്ക് അടിമപ്പെട്ട് കുട്ടികൾ കാണിച്ചു കൂട്ടുന്ന ബഹളങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നമുക്ക് കുട്ടികളുള്ളതാണല്ലോ, ഈ കുട്ടികളുടെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ട്രിപ്പാന്ന് പറഞ്ഞു പോയി, അതൊക്കെ പോയി പോലീസ് പിടിച്ചു കഞ്ചാവ് വല്ലതും ഉണ്ടായിരുന്നു, ജീവിതം കട്ടപ്പുകയാണ്. പിന്നെ അങ്ങോട്ട് ജോലിയോ കൂലിയോ ഒന്നുമില്ല. പിന്നെ നിങ്ങളൊരു ക്രിമിനലായിട്ട് ഉപദ്രവിക്കപ്പെടുന്നു.
ഇത് വളരെ എളുപ്പമാണ് ഇതിലേക്ക് ചാടാൻ. പക്ഷെ അതിന് ചാടി പുറത്തോട്ട് വരാൻ നിങ്ങൾ ചിലപ്പോൾ ട്രാപ്പ് ചെയ്യേണ്ടി വരും. പുറത്തോട്ട് വരുന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ വളരെ അപകടങ്ങളാണ് കാത്തിരിക്കുന്നത്. സോ ഇത് വളരെ എളുപ്പമാണ്. സ്കൂളിൽ കട്ട് ചെയ്ത് പുറത്ത് പറഞ്ഞു നടക്കുന്ന ഒരു കുട്ടിയെ വളരെ എളുപ്പം ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് അത് കൊടുത്തു, മോനെ നീ ഇത് ട്രൈ ചെയ്ത് നോക്ക്, നാളെ ഒന്നുകൂടെ കൊടുത്തു, മറ്റന്നാൾ ഈ കുട്ടി തന്നെ അന്വേഷിച്ച് സപ്പോർട്ട് ചെയ്തു, എനിക്കിത് കിട്ടുമോ, നല്ല സുഖമായിരുന്നു എന്ന് പറയാം. ആ സുഖത്തിനപ്പുറം ഒരു വലിയ കുഴിയാണ്, പാവാള കുഴി. അതിൽ നിന്ന് നമുക്ക് കരകയറേണ്ടത് നമ്മളുടെ ഇതുവരെ ചെറിയ കുട്ടികളെ നമുക്ക് 10 വയസ്സ് മുതലുള്ള കുട്ടികളെ നമ്മൾ കാണാറുണ്ട്, ഇവിടെ നമ്മൾ കാണാറുണ്ട്. ശ്രീ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാനുണ്ട്. പിന്നെ ഒരു കാര്യം, ആരും തെറ്റൊന്നും ചെയ്യാത്തവരല്ല. തെറ്റ് ചെയ്യാത്തവരെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു പോയി അങ്ങനെ ഒരു പേര് വീണു എന്ന് കരുതി ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് കറക്റ്റ് ഗൈഡൻസ് തരാൻ ഞങ്ങളിവിടെ ഉണ്ട്. ഡി അഡിക്ഷൻ സെന്റർ വിമുക്തി എക്സൈസിന്റെ അണ്ടറിൽ ഇവിടെ വിദഗ്ധരായ ഡോക്ടർമാരും കൗൺസിലേഴ്സും ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്. അത് കഴിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു വരാം. ഒരു ചികിത്സ നിങ്ങളുടെ നിശ്ചയദാർഢ്യം, പേഴ്സണലായിട്ടുള്ള നിശ്ചയദാർഢ്യം, എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് കടന്ന് മതിയാകൂ, എന്നെ കാത്തിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. അത് പ്രായപരിധി ഒന്നുമില്ല, ആർക്കും അതിലാകാം. ഐ എം മെയിൻലി കൺസേൺ അബൌട്ട് ദ ടീനേജ് പോപ്പുലേഷൻ. അതിനെക്കുറിച്ചാണ്. കാരണം അവരുടെ ജീവിതമാണ് തൊലഞ്ഞു പോകുന്നത്. പ്രായമുള്ള ആളുകളും അതെ, അവരുടെയൊക്കെ ഈ ഡി അഡിക്ഷൻ നടക്കാത്തത് മൂലം അല്ലെങ്കിൽ ഡി അഡിക്ഷന് സമ്മതിക്കാത്തത് മൂലം തകരുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അപ്പൊ ഇതിനെ നിങ്ങളൊരു അവസരമായിട്ട് കണക്കാക്കുക. ഇന്നിപ്പോ ലോക ലഹരിവിരുദ്ധ ദിനത്തില് എല്ലാവരോടും ഞാൻ ഒരു കാര്യമാണ് പറയുന്നത്, ലഹരി ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് പഠിത്തമോ വായനയോ പാട്ട് കേൾക്കലോ അല്ലെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുക, അവനൊരു ജോലിയോ അവനൊരു പാഷനൊക്കെ ആയിട്ട് കണക്കാക്കുക, ലഹരിയായിട്ട് കണക്കാക്കുക. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങളുണ്ട്. അപ്പം ഇതിന് ഞങ്ങൾ സന്നദ്ധരാണ്. എക്സൈസ് വകുപ്പ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വിമുക്തിയുണ്ട്. ഇതിലെല്ലാം ഞങ്ങൾ എല്ലാ സഹായവും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് വെക്കുക, ഞങ്ങളൊരു 100 സ്റ്റെപ്പ് അങ്ങോട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരും. വന്ന് നിങ്ങളെ സ്വീകരിച്ച് നിങ്ങളെ ഞങ്ങൾ ചെയ്യും. ഒരിക്കലും കുറ്റപ്പെടുത്തലുകളോ നീ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് നിന്റെ ജീവിതം കട്ടപ്പോകാം അങ്ങനെയുള്ളതില്ല. ഡിസ്ക്രിമിനേഷൻ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റിഗ്മ ഇങ്ങനെയാണ്, ഇനി ഗുണം പിടിക്കത്തില്ല, അപ്പടി ശ്രദ്ധിക്കുകയേ വേണ്ട. ഞങ്ങളുടെ അടുത്തേക്ക് വരിക, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്യും. നിങ്ങളുടെ ഒരു 1% 2% കിട്ടാൻ ഞങ്ങൾ 98% അങ്ങോട്ട് ഇടും. അങ്ങനെ നിങ്ങളെ മുന്നിക്കലാക്കും. ഞാൻ വാക്ക് തരികയല്ല, കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് അതിൻ്റെ മെയിൻലി ഒരു ഇത് വരേണ്ടത്. സോ ഇത് പരിപാടിയിൽ ഒന്നുകൂടി എല്ലാവർക്കും ഞാൻ ഹൃദയംഗമായ നന്ദി പറയുകയാണ്. നന്ദി പറയുന്ന സ്ലോട്ട് വേറെയുണ്ട്, എന്നാലും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എക്സൈസുകാർ, TTIക്കാർ, നമ്മുടെ സ്റ്റാഫ്, എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫംഗങ്ങൾ, ബാക്കി സ്കൂളിലെ കുട്ടികൾ, മീഡിയ പേഴ്സൺസ്, എല്ലാവരും കൂടെ ഒത്തുചേർന്ന് നമുക്ക് ഈ വിപത്തെന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ആണ്. നിങ്ങൾ ഇടയ്ക്ക് ഒരു കാഷ്വാലിറ്റിയിലൊക്കെ ഒന്ന് വന്ന് നോക്കണം. വൈകുന്നേരം ഈ ലഹരി കടിമപ്പെട്ട ആളുകൾ വന്ന് കാട്ടിക്കൂട്ടുന്ന ബുദ്ധിമുട്ടുകളും ഇതിനോ അടുത്ത കാലത്ത് ഒരു ഡോക്ടറെ തന്നെ കുത്തിക്കൊണ്ടു വെറുതെ ലഹരി കടിമപ്പെട്ട ഡോക്ടർ അതിനെ പോകുമായിരുന്നു. കയ്യിൽ കിട്ടിയിട്ട് അത്ര കെട്ട് ഡോക്ടറുടെ കഴിച്ചിട്ട് ഒരു കുത്തി കൊടുത്തു, ഡോക്ടർ ചത്തുപോയി. ഒന്നുമില്ല, ലഹരി കടിമയായിരുന്നു. അത്ര പറയാനുള്ളൂ. അയാളിപ്പം വളരെ മിടുക്കനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പോയപ്പോൾ ആർക്കും പോയി, കുട്ടിക്കും ഇതും പോയി. അതുപോലെ തന്നെ ഒരു പക്ഷേ ജീവിതത്തിൽ ഏതെങ്കിലും കേസ് കളിച്ച് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അനദർത്തി. നമ്മളുടെ കുട്ടികൾ അങ്ങനെ അതിന് ചാടില്ല. ഇതിനൊക്കെ വേണ്ടിയാണ്. സോ അപ്പം ഔദ്യോഗികമായിട്ട് ഞാൻ ഈ ലഹരി വിമുക്ത ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെ, സമൂഹത്തെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിൽ ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. I
ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനെ പ്രതിജ്ഞ കഴിഞ്ഞു. വളരെയധികം പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിട്ട് വളരെ നല്ല രീതിയിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച പാല ഡീഅഡിക്ഷൻസുള്ള ഡോക്ടർ ശ്രീജിത്ത് സാർ, ആശ മാം എന്നിവരെ ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അഭിനന്ദിക്കുന്നു. ഇന്ന് കേരളത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന 14 ജില്ലകളിലും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡീഅഡിക്ഷൻ സെൻ്ററാണ് പാലയിൽ പ്രവർത്തിക്കുന്നത്. അതിൽ ഡോക്ടർ ശ്രീജിത്ത് സാറിൻ്റെയും ആശ മാമിൻ്റെയും പ്രവർത്തനം വളരെ പ്രശംസനീയമാണ്. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ പല കുട്ടികളും അബദ്ധത്തിൽ കേസുകളിലും മറ്റും ചെന്ന് ചാടുന്നു. ഈ കേസുകളിൽപ്പെട്ട കുട്ടികളെ ഈ ഡീഅഡിക്ഷൻ സെൻ്ററിലെ പ്രവർത്തനങ്ങൾ മൂലം പല കേസുകളിൽ നിന്നും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഴിവാക്കുന്നുണ്ട്. അതിനാൽ ഇത്തരത്തിൽ നല്ലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച എല്ലാവരെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. വളരെ ഗൗരവമേറിയതും അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധാപൂർവം നാം കൈകാര്യം ചെയ്യേണ്ടതുമായ ഒരു മേഖലയാണ്. നമ്മുടെ കുട്ടികൾ എല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെ തന്നെയും നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വലിയ അഡിക്ഷനാണ് ലഹരിക്ക് അഡിക്റ്റഡാകുക എന്നുള്ളത്. ഈ സമയങ്ങളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി എത്രമാത്രം നമ്മുടെ നാടിന് ഇത് ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന്. തീർച്ചയായും ഇതിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുക എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ വീടുകളിലും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര സംരക്ഷണവും പ്രോത്സാഹനവും കരുതലും കൊടുത്തു കഴിയുമ്പോൾ ഒരു പരിധിവരെ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനാവും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കുമ്പോൾ അധ്യാപകരായ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു കർത്തവ്യം അല്ലെങ്കിൽ സമൂഹത്തോടുള്ള കടപ്പാടാണ് വിദ്യാർത്ഥികളെ, യുവതലമുറയെ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വ്യക്തികളെക്കുറിച്ച് ബോധവൽക്കരാക്കുക എന്നുള്ളതും സ്നേഹപൂർവ്വം അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതും അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു എക്സിബിഷൻ ഇവിടെ ഞങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പ്രോഗ്രാം ധാരാളം പേരുടെ കണ്ണുകൾ തുറപ്പിക്കുന്നതിന് ഇടയാക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെ ഈ ഹോസ്പിറ്റലിലെ ലഹരി വിമുക്ത കേന്ദ്രവും എക്സൈസ് ഓഫീസും സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വലിയ നന്മയെ ഞങ്ങൾ ഏറ്റവും ബഹുമാനത്തോടെ ആദരവോടെ കാണുകയാണ്. അതിന് എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കാതെ ഏത് സമയത്തും എല്ലായ്പ്പോഴും എല്ലാവരിലും നമുക്കൊരു ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമുക്ക് കൈകോർത്ത് നമ്മുടെ സമൂഹത്തെ ഈ വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നമ്മളാവുന്നത് നമുക്ക് ചെയ്യാം. നാം തന്നെ അതിൽ നിന്ന് പിന്മാറിക്കൊണ്ടും നാമുമായി ബന്ധപ്പെട്ടവരെ പിന്മാറാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഒരു വലിയ കണ്ണിയായി നിന്നുകൊണ്ട് തന്നെ സമൂഹത്തെ ഈ വലിയ വിപത്തിൽ നിന്നും രക്ഷിക്കാനുള്ള നമ്മുടെ കർത്തവ്യം നമുക്ക് ബോധപൂർവം നിർവഹിക്കാം. ഇന്നത്തെ ഈ പ്രോഗ്രാമിനും തുടർന്നുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും ഈ വിമുക്തി സെന്ററിന്റെ എല്ലാ പ്രോഗ്രാമുകൾക്കും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ടും നിസ്വാർത്ഥമായി ഇതിനുവേണ്ടി സേവനം ചെയ്യുന്ന ഓരോരുത്തരെയും സ്നേഹത്തോടെ ആദരവോടെ കണ്ടുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്ന് ഈ ഒരു ദിവസം എൻ്റെ ഒരു പ്രാധാന്യം, എൻ്റെ ഒരു എക്സ്പീരിയൻസിലുള്ള ഒരുപാട് പറയാനുള്ള ഒരുപാടുണ്ട്. ഈ രണ്ടേ കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് ഓടിച്ചാണ്. 2018 ഡീഅഡിക്ഷൻ സെൻ്ററിൽ ഇവിടെ വരുമ്പോൾ അന്ന് വന്നൊരു കേസ്, ആ കേസ് അടുത്ത കാലത്ത് ഉണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത്. 21 വയസ്സേ ഉള്ളൂ. പേരൻസിൻ്റെ കൂടെ ഒരു പയ്യൻ വരുന്നു. കോൺഫിഡൻഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് പേരോ മറ്റു കാര്യങ്ങൾ പറയാൻ നിർവാഹമില്ല. അപ്പോൾ വന്നു. പേരൻസിൻ്റെ നിർബന്ധം കാരണമാണ് പുകവലി നിർത്താൻ വേണ്ടി വന്നു. സ്വന്തം ഇഷ്ടപ്രകാരം വന്നല്ല. ഒരുപാട് പേരൻസ് കൺവിൻസ് ചെയ്തു, അധ്യാപകർ പറഞ്ഞു കൊടുത്തു, കൂട്ടുകാർ പറഞ്ഞു കൊടുത്തു, കേട്ടില്ല. ദിവസം ഒരു 20 പാക്കറ്റ് സിഗരറ്റ് ഇല്ലാതെ, ആൽക്കഹോൾ ഇല്ലാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അവിടെ ഡീഅഡിക്ഷനിൽ ഇഷ്ടപ്രകാരമല്ല, വീട്ടുകാർ പറഞ്ഞിട്ട് വന്നു, എൻ്റെ മുമ്പിൽ വന്നു.
സംസാരിച്ചു. ഇതിൻ്റെ എല്ലാ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തിനോ വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി. എന്നിട്ടും അവനെ മാക്സിമം ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടും പകുതി വെച്ച് അവൻ ഊട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്കൊന്നും കേൾക്കണ്ട, ഇതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്താ പറയുന്നത് വെറുതെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതൊക്കെ വെറുതെയാണ്, ഇതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ഉത്തരവ് നൽകാൻ വേണ്ടി ഇറങ്ങിപ്പോയി. അവൻ്റെ പേരൻസും പുറകെ കരഞ്ഞുകൊടുക്കും. ഈ അടുത്ത കാലത്ത് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി വന്ന സമയത്ത് ഓങ്കോളജി വാർഡിൽ നിന്നൊരു കോള് വന്നു. ഇപ്പോൾ രാത്രി 2 മണിയോളായിട്ടുണ്ട്. ഒരു പേഷ്യൻ്റ് കുറച്ച് ബാഡായി. അവിടെ ചെന്ന് ആ പേഷ്യൻ്റെ കാര്യം നോക്കിയിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല, ഇരുട്ടാണ്. അപ്പോൾ ഒരാൾ ഞാൻ കയ്യൊക്കെ വെച്ചു. അപ്പോൾ എന്നെ അവിടെ ബലമായിട്ട് അവിടെ കസ്റ്റഡി ഇരിക്കുകയാണ്. അപ്പോൾ സിസ്റ്ററോട് ഡോക്ടറെ വിടാം, അങ്ങനെ ഞാൻ ലൈറ്റ് ഇടാൻ പറഞ്ഞു. നോക്കുമ്പോൾ എനിക്കാളെ മനസ്സിലായില്ല. ഇത്രയും ഭാഗം റിമൂവ് ചെയ്ത് സർജറി കഴിഞ്ഞിട്ടൊരു 22 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അവൻ താഴെ കിടന്നുറങ്ങിയെന്ന് അവൻ്റെ അമ്മയെ വിളിച്ച് എഴുതിപ്പിച്ചു. എനിക്ക് അവനെ കണ്ടിട്ട് മനസ്സിലായില്ല. അവൻ തട്ടി വിളിച്ചിട്ട് അമ്മയെ എഴുതിപ്പിച്ചു. അമ്മയെ നോക്കുമ്പോൾ എനിക്ക് ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നു. അവൻ എന്നെ കണ്ടപ്പോൾ ഒരു കരഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, സാറിന് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു എവിടെയോ കണ്ടിട്ടുണ്ട്. 2018 ഞാനിവിടെ വിമുക്തി എൻ്റെ മകളെ കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല, അന്ന് ഇറങ്ങിപ്പോയത്. ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഫയൽ എടുക്കുമ്പോൾ സിസ്റ്ററോട് പറഞ്ഞു. നോക്കുമ്പോൾ വളരെയധികം വൈകിയിരുന്നു. ശബ്ദ സാറെല്ലാം അതിൻ്റെ നോട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എന്താ പറയുക, നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, അതൊക്കെ മാറും, അതൊക്കെ പിന്നീട് പ്ലാസ്റ്റിക് സർജറി മാറ്റിയെടുക്കാം, പിന്നെ ഇതെല്ലാം എന്താ പറയുക അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ഈ പ്രശ്നങ്ങളൊക്കെ മാറിയതിന് ശേഷം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഇടയ്ക്ക് നമുക്ക് ഫേസ് പോയതെല്ലാം നമുക്ക് റിക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനും നമുക്ക് പറ്റുള്ളായിരുന്നു. ആ സമയത്ത് ആശ്വസിപ്പിച്ചു. അത് പിറ്റേ ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു, ഓഫായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഓഫീസിലെത്തിയപ്പം ജസ്റ്റ് ഓങ്കോളജി വാർഡിൽ നിന്ന് പോയേക്കാം, അവനെ ഒന്ന് കണ്ടേക്കാം എന്നുള്ള രീതിയിൽ ഓങ്കോളജി വാർഡിൽ എത്തുമ്പോൾ ആ ബെഡ് കാലിയായിരുന്നു. സിസ്റ്ററോട് ഞാൻ ചോദിച്ചു, സിസ്റ്റർ എന്ത് ചെയ്യും, പേഷ്യൻ്റ് പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്ത് ചെയ്യും, അവൻ എന്ത് ചെയ്യാൻ ചോദിച്ചു. സാർ ഇന്നലെ ഉച്ചയ്ക്ക് ഡെത്തായി. അപ്പം ഓർക്കുക, എന്താണ് അവൻ്റെ മരണകാരണം? അവൻ്റെ സ്വയം ലഹരിയോടുള്ള അവൻ്റെ ആസക്തിയാണ് അവിടെ അവന് മരണകാരണമായി നിലനിന്നത്. വേറൊരു കാര്യം, ഈ അടുത്തിടെ 10ാം ക്ലാസ്സിൻ്റെ കുറച്ചു കാലം മുമ്പാണ് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു പെൺകുട്ടി 15 വയസ്സേ ഉള്ളൂ. അത് കൂട്ടുകാരുടെ വീട്ടിൽ പോയി മദ്യം കഴിച്ചിട്ട് വീട്ടിൽ വന്നു. അവിടെ പാർട്ടി ഉണ്ടായിരുന്നു, കഴിച്ചിട്ട് വീട്ടിൽ വന്നു. വരുന്ന വഴിക്ക് അച്ഛൻ കണ്ടു, പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഒരുപാട് തല്ലൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ DADC സെൻ്ററിൽ കൊണ്ടുവന്നു. അതിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അതെന്നോട് പറയുന്നത്, ഫാദർ ഒരുപാട് അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്ത് പ്രായമുണ്ട്, മദ്യപിക്കാനുള്ള കാരണമാണ് ഇപ്പോൾ ഉള്ളത്, അതെല്ലാം പറയുന്നുണ്ട്. ആ കുട്ടിയോടും ഞാൻ സംസാരിച്ചപ്പോൾ കുട്ടി പറയുന്നത്, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കുട്ടിയോട് ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? എനിക്കിപ്പോൾ 15 വയസ്സുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷത്തിന് മുകളിലായി. എൻ്റെ പപ്പ എൻ്റെ മമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കൃത്യം 7 വർഷം മുമ്പ് മദ്യപാനം തുടങ്ങിയ ആളാണ് എന്ന് എൻ്റെ ഗ്രാൻഡ് മദർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. 17 + 5 = 22 വർഷം. പക്ഷേ ഞാൻ ഇന്നലെ പോയി കഴിച്ച് 2 പേർ കഴിച്ചു. ഞാൻ ചെയ്ത തെറ്റാണ്. ഞാനതിന് ചികിത്സ എടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കൗൺസിലിങ്ങിന് വിധേയമാകാൻ പരിപൂർണ്ണമായ സമ്മതത്തോടെ വന്ന വ്യക്തിയാണ്. പക്ഷേ ഡോക്ടർ ഒരു കാര്യം ശ്രദ്ധിക്കണം, 22 വർഷമേ മദ്യപിക്കുന്ന ആളാണ് എൻ്റെ പിതാവ്. ഞാൻ ഇന്നലെ പോയി കഴിച്ചത് 2 പേരാണ്. ഇനി ഡോക്ടർ പറ, ടു ഹൂം യു വിൽ ട്രീറ്റ് ഫസ്റ്റ്, നിങ്ങൾ ആരെ ആദ്യം ചികിത്സിക്കും? ആ പെൺകുട്ടിയെ ബൈസ്റ്റാൻഡറാക്കി നടത്തി ആ വന്ന പിതാവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ട ഗതികേട് നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഇത് ഞാൻ പറഞ്ഞ ഈ രണ്ടും 2 എക്സ്ട്രീം ഇരിക്കുന്ന കഥകളാണ്. ഒരാൾ സ്വയം ജീവിതം നശിപ്പിച്ചു, മറ്റൊരാൾ അടുത്ത തലമുറയിലേക്ക് ലഹരിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാതെ പറഞ്ഞു കൊടുത്തു. ഈ ഒരു കാര്യം എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹത്തിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക്, അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത് തടയുക എന്ന് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈനാണ്. ഫസ്റ്റ് ലൈൻ എപ്പോഴും പ്രിവെൻഷൻ തന്നെയാണ്. പ്രിവെൻറ്റ് ചെയ്ത് നമുക്കതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അതെങ്ങനെ ജീവിതം ഇല്ലാണ്ടാക്കും എന്നുള്ള ഒരു സന്ദേശം കുട്ടികളിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പാലാ ജനറൽ ആശുപത്രിയിലെ DADC സെൻ്ററിൽ 10 വയസ്സ് മുതൽ 10 വയസ്സാണ് ഏറ്റവും ചെറിയ പ്രായം വന്നിരിക്കുന്നത്. 10 വയസ്സ് മുതൽ ഏറ്റവും കൂടിയത് 80 വയസ്സാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഏജിൻ്റെ ഒരു ഗ്യാപ്പ് നമ്മൾ ചിന്തിച്ചു. 10 വയസ്സുള്ള കുട്ടി ഈ 3-4 ദിവസം മുമ്പ് വന്നു കന്നാബിസ് കഞ്ചാവുമായിട്ട് ഉപയോഗം കൂട്ടി 12 വയസ്സുള്ളായിരുന്നു അവന് എത്രത്തോളം അതിന് അടിമയായിരുന്നു എന്നുള്ളത് ട്രീറ്റ്മെൻറ്റ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവന് വിട്രോൾ സിൻഡ്രോം മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചത്.
ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞ രണ്ട് കഥകളും മനസ്സിലെടുക്കുക. നമ്മൾ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഈ ഒരു വിപത്തിനെ നമ്മുടെ മറ്റൊരു നമ്മുടെ തലമുറയിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പോലും ഭാഗമാക്കാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വിപത്തിനെ തടയുക, നമ്മളായിട്ട് തടയുക, നമ്മളായിട്ട് അതിന് പ്രതിരോധം സൃഷ്ടിക്കുക എന്ന ഒരു സന്ദേശം ആണ് ഈ തവണത്തെ നമ്മുടെ ലഹരിവിരുദ്ധ ദിനത്തിൽ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. ഇവിടെ ബാലപ്രകാശ് സാറ് പറഞ്ഞതുപോലെ ക്യാഷ്വാലിറ്റിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാത്തിനും നമ്മൾ പത്രമാധ്യമ ഡോക്ടർ വന്ദന ആ പേര് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു വലിയൊരു സ്റ്റോറി ഇവിടെ കിടപ്പുണ്ട്. എന്താണ് ആ കുട്ടിയുടെ ജീവൻ എടുത്തത്? ലഹരിയാണ് ജീവൻ എടുത്തത്, അല്ലാതെ എന്താ പറയുക, അതൊരു പ്ലാൻ ചെയ്തുണ്ടാക്കിയൊരു മർഡറായിരുന്നില്ല. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അടുത്ത തലമുറയിലേക്ക് അത് പോവാതെ, അടുത്ത ജനറേഷനിലേക്ക് നമ്മുടെ കുട്ടികളെ കൊടുക്കാതെ. ഈ വേറൊരു ഒരു രണ്ട് മാതാപിതാക്കൾ വന്നു. ഭർത്താവ് കുടിക്കുന്ന ആളാണ്, മകന് മദ്യപാനത്തിന് അടിമയാണ്. വന്നപ്പോൾ മകൻ വീട്ടിൽ വന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ കുടിച്ചിട്ട് വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ എന്തിനാണ് കുടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അച്ഛനോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ കുടിക്കുന്നില്ലേ എന്ന് തിരിച്ചു ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ മാറി, അച്ഛന് വീണ്ടും മിണ്ടാനില്ല, അച്ഛൻ മാറി. അത് അമ്മ മുന്നോട്ട് വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് കുടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അമ്മയോട് തിരിച്ച് മകൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾ പോയി നിങ്ങളുടെ ഭർത്താവിൻ്റെ കുടി നിർത്തൂ, അതിനുശേഷം എൻ്റെ കുടി നിർത്താൻ വരൂ. അപ്പം സ്വയം നന്നാവുക, അതിനുശേഷം നമ്മുടെ തലമുറയെ നന്നാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു ചെറിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇത് പറയാൻ പോയാൽ തീരില്ല. അപ്പോൾ ഇതുപോലെ വലിയൊരു ഫംഗ്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. പുറകെ വരുന്നുണ്ടെങ്കിലും ഇത് പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടികളുണ്ട്, അതിൻ്റെ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്, അതിലെല്ലാം ഉപരി ആശുപത്രി നമ്മുടെ അധികൃതരുണ്ട്. അപ്പം അവരെല്ലാം ഒന്നുകൂടി ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ ഇവിടെ എൻഡപ്പ് ചെയ്യാം. താങ്ക് യു. നമസ്കാരം. ഇന്ന് നമ്മുടെ കേരള സമൂഹം ഒരു വലിയ വിപത്തിനെ നേരിടുകയാണ്. ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം സമൂഹത്തെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മയക്കുമരുന്ന് ഇടപാടുകളും ഇതിൻ്റെ ഉപയോഗവും എല്ലാം എൻ്റെ രാജ്യത്തിനെതിരായ തന്നെ ഉള്ള കുറ്റകൃത്യമാണ്. പലപ്പോഴും ഞങ്ങൾ സംസ്ഥാനമൊട്ടാകെ പോയി വലിയ നാർക്കോട്ടിക് കേസുകൾ പിടികൂടാറുണ്ട്. എത്രമാത്രം ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് ഇത് കേരളത്തിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയാം. പ്രധാനമായും തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഒരു വരുമാന മാർഗമാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഇടപാടുകൾ. അയൽ സംസ്ഥാനങ്ങളിൽ വളരെ വ്യാപകമായി തീവ്രവാദികളുടെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ, എന്തിന് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ളവർ പോലും പോയി വ്യാപകമായി ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുത്ത് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ അതിൻ്റെ കച്ചവട സ്ഥലമായി മാറുന്നത് നമ്മുടെ കൊച്ചു കേരളമാണ്. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഇതിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇത് തീവ്രവാദ ഗ്രൂപ്പുകളുടെ വരുമാന മാർഗമാണെന്നും ഇതുകൊണ്ട് ഈ മയക്കുമരുന്ന് ഇടപാടുകളിലൂടെ ഇവർ നമ്മുടെ തന്നെ പണം കൈപ്പറ്റിയ ശേഷം ആയുധങ്ങൾ വാങ്ങി നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ യുദ്ധം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അയൽ സംസ്ഥാനങ്ങളിലും നമ്മുടെ അതിർത്തി രാജ്യങ്ങളിലും മറ്റും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഓരോ ഭാരതീയൻ എന്ന നിലയിലും നമ്മളിൽ നിക്ഷിപ്തമാണ്. എൻ്റെ രാജ്യത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ്. അത് തടയാൻ എനിക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. ആ ഒരു ആശയം മുന്നിൽ കണ്ടുകൊണ്ട് ഓരോരുത്തരും ഇതിനെതിരെ പടപൊരുതാൻ ഞാൻ ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഇന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി MSW സ്റ്റുഡൻസ്, നമ്മുടെ വിമുക്തി കേരള എക്സൈസ് വിമുക്തി മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പാലാ ഡി അഡിക്ഷൻ സെന്റർ, എക്സൈസിന്റെ റേഞ്ച് ഓഫീസർ, TTAയിലെ പ്രിയപ്പെട്ട കുട്ടികളും അധ്യാപകരും, ഇവർക്കെല്ലാം എക്സൈസ് വകുപ്പിൻ്റെയും ഈ ഒരു പോരാട്ടത്തിൽ അവർക്ക് ഞങ്ങളുടെ പിന്തുണ ഏകിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ പ്രത്യേക ദിനത്തിൽ നമ്മൾ നിലവിലെ സാമൂഹ്യത്തിലൊരു നയിക്കുന്ന കഥകളുണ്ട്. അമ്മയെ സ്വന്തം ജനിച്ച് ജന്മം നൽകിയ അമ്മയെ മകൻ ഉപദ്രവിക്കുന്നു. ഒരു അധ്യാപകനെ വിദ്യാർത്ഥി ഉപദ്രവിക്കുന്നു. നമ്മളിങ്ങനെയുള്ള വാർത്തകളൊക്കെ കേട്ടിട്ട് അടുത്ത
നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടാണ് ഏത് രീതിയിലാണ് ചോദിക്കാൻ പറ്റുന്നത്, ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ പറ്റുന്നത് എന്ന് അറിയാൻ പറ്റാത്ത ചിന്തിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ദിനാചരണം ബോധവൽക്കരണം മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ പടയാളികളാണ്. ഇതിനെ തടയാൻ, ഈ വിപത്തിനെ തടയാൻ ഒരു പടയാളിയാണെന്നാണ് എൻ്റെ ഒരു ലക്ഷ്യത്തിൽ നമ്മളോട് പറയുന്നത്. ഞാൻ ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ നമ്മുടെ എക്സൈസിന് എൻ്റെ സുഹൃത്തുണ്ട്, ഡെന്നി എന്നൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഫോട്ടോ സഹിതം ചില സ്ഥലത്ത് ലഹരി വിൽക്കുന്നതിൻ്റെ ഫോട്ടോ സഹിതം ഞാൻ അയച്ചു കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ടീമിൽ സഹിതം പോയി ചർച്ച ചെയ്തു, പിടിച്ചു. സന്തോഷകരം സിറ്റിയുടെ പത്രത്തേക്കുള്ളൂ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് ഇതുവരെ അയക്കുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും പോലീസിനെയൊക്കെ വിശ്വസിക്കണം. നമ്മളെ ചുറ്റുപാട് നടക്കുന്ന ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അറിയിക്കേണ്ടതിൻ്റെ ചുമതല നമ്മൾ ഓരോരുത്തർക്കും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിൽ ഈ ദിനത്തിൽ നമ്മളിപ്പോൾ എടുത്ത പ്രതിജ്ഞകളൊപ്പം തന്നെ നമ്മൾ മനസ്സിൽ അത് ഉൾക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ആശംസിക്കുന്നതിൻ്റെ വാക്കുകൾ. ജൂൺ 26 നമ്മൾ ലോക ലഹരിവിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെൻറ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പാലായുടെ NSSഉം അതേപോലെ തന്നെ വിമുക്തി ക്ലബ്ബും കൂടെ സംയുക്തമായിട്ട് നമ്മളിവിടെ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും ആത്മഹത്യത്തിൽ KM മാണി മെമ്മോറിയൽ പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നമ്മളിത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോക ലഹരി വിരുദ്ധ ദിനാചരണം വഴികാട്ടി എന്ന പേരിൽ MG യൂണിവേഴ്സിറ്റി IUCDS MSW ഡിപ്പാർട്ട്മെൻറ്റും വിമുക്തി ക്ലബ് മിഷനും സെൻറ് തോമസ് BEd കോളേജ് പാലായിൻ്റെ ആഭിമുഖ്യത്തിൽ വിജയകരമായി നമ്മളിവിടെ ആഘോഷിച്ചു. ഈ പ്രോഗ്രാമിന് ഉദ്ഘാടനം നടത്തിയ KM മാണി ജനറൽ ഹോസ്പിറ്റൽ RMO ഡോക്ടർ അരുൺ സാറിന് IUCDS വിമുക്തിയുടെയും സെൻറ് തോമസ് കോളേജിൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത എക്സൈസ് ഓഫീസർ ദിനേശ് സാറിന് IUCDSൻ്റെയും വിമുക്തിയുടെയും സെൻറ് തോമസ് കോളേജിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മുഖ്യ പ്രഭാഷണം നടത്തിയ മെഡിക്കൽ ഓഫീസർ വിമുക്തി ഡി അഡിക്ഷൻ സെൻറ്റർ ഡോക്ടർ ശ്രീജിത്ത് KK സാറിന് IUCDSൻ്റെയും വിമുക്തിയുടെയും സെൻറ് തോമസ് കോളേജിൻ്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ ആശംസകൾ അർപ്പിച്ച ഡോക്ടർ ശ്രീകുമാർ LS പാലാ ജനറൽ ഹോസ്പിറ്റൽ, എക്സൈസ് ഓഫീസർ ഫിലിപ്പ് സാർ, ഒപ്പം എന്ന പ്രൊഫസർ സിസ്റ്റർ ബീനാമ മാത്യു, പ്രിൻസിപ്പൽ സെൻറ് തോമസ് BEd കോളേജിനും IUCDSൻ്റെയും വിമുക്തിയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം അർപ്പിച്ച ശ്രീമതി ആശ മരിയ പോൾ, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ, വിമുക്തി ഡി അഡിക്ഷൻ സെൻറ്ററിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇന്നിവിടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ ഇവിടെ എത്തിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇന്ന് ഈ എക്സിബിഷൻ ഇവിടെ അറേഞ്ച് ചെയ്ത BEd കോളേജിനും ഡോക്ടർ അലക്സ് ജോർജ് സാറിനും സുനിൽ തോമസ് സാറിനും NSS വോളണ്ടിയേഴ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.